ഇഡ്ഡലി തട്ടിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവി കയറ്റി വേവിച്ചെടുത്ത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 5 മുട്ട നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുണ്ടല്ലോ നമുക്കൊരു ഇഡ്ഡലി തട്ടിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഈ ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മഞ്ഞക്കരി ഉണ്ടല്ലോ പൊട്ടാതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ മുട്ടയും നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ അത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 7 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുട്ട വേകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. ഇത് വെന്തോ നമുക്കൊന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഈ മുട്ടയൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ടയെല്ലാം നമ്മളൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതൊന്ന് പുരട്ടി കൊടുക്കാം. മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ മസാല നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. മുട്ടയിൽ മസാല എല്ലാം പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം മുട്ടയിൽ നല്ലതായിട്ടൊന്ന് പിടിക്കും. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ സൈഡും ഉണ്ടല്ലോ 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട നല്ലതായിട്ട് വെന്തതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ഫ്രൈ ആണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.